ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരെല്ലാം കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു ഈവനിങ് വ്ളോഗ് ഒന്ന് ഇടാമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്തുകൊണ്ട് വയനാട്ട്, അതിനാണല്ലോ ഞാനുള്ളത്. അങ്ങനെ വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നനയേണ്ടെന്ന് ചോട്ട പിടിച്ചിങ്ങ് പോയിരുന്നു കേട്ടോ. പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം ക്ഷീണമാണ് അശോകന്, അതുകൊണ്ട് പിന്നെ ഓട്ടോയിലൊന്ന് ആണ് വരാറ്. അങ്ങനത്തെ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. ഈ ഒരു വിഷ്വൽ രാവിലെ എടുത്തതാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര സൗന്ദര്യത്തോടു കൂടി ഇരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും പരിവാകും. അപ്പം ഇതൊക്കെ SN കോളേജിലെ ടീച്ചേഴ്സാണ്. അപ്പം കമ്പ്യൂട്ടറിലെ ബോട്ടണി, ഫിസിക്സ്, എല്ലാവരും എക്കണോമിക്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് സംസ്കൃതം അധ്യാപിക. രാവിലെ മുടിയൊക്കെ മിനുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ ഈ ട്രെയിനിൽ വരുമ്പോഴത്തേക്കും സ്ഥലം ഉണ്ടാവും, അപ്പോൾ ആ ഒരു ചെറിയ സ്പേസിൽ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ പറ്റും. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരേ വിശപ്പ്, ആരെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെ ആര്യ ടീച്ചറിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നന്നായി. ഇത് വൈകുന്നേരമായി കേട്ടോ. അപ്പോഴത്തേക്കും കോലമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം നമുക്ക് ബർത്ത് കിട്ടും, അതായത് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ മേളിൽ നമുക്ക് കയറി കിടക്കാൻ പറ്റും. അങ്ങനെ ആ ബർത്തിൽ കയറി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റും. എന്നിട്ട് വന്നു. അപ്പോൾ ചേട്ടൻ വന്ന് വിളിക്കാൻ, അങ്ങനെ ചേട്ടനും ഞാനും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയുണ്ടെങ്കിൽ ചേട്ടൻ സ്കൂട്ടറിലാണ് വരിക. അപ്പോൾ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പോകും. പിന്നെ ട്രാഫിക്കിലും സ്കൂട്ടറാണ് നല്ലത്, പക്ഷെ മഴയാണെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ. അങ്ങനെ കാറൊക്കെ ആയിട്ടാണ് ചേട്ടൻ വന്നത്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അതായത് ഒരു അരമണിക്കൂറോളം ഉണ്ട് വീട്ടിലേക്ക്. അരമണിക്കൂറുണ്ട്, അതെ. അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ കയറി നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. ഇനി വീടെത്തിക്കഴിഞ്ഞാൽ വേഗം റെഡി ആവുക, ഒന്ന് പോയി ഫ്രഷ് ആവുക. ഞാൻ തലയൊന്നും നനയ്ക്കാറില്ല രാത്രി കേട്ടോ, കാരണം നമ്മൾ ഈ പട്ട് കുടുംബമായതുകൊണ്ട് നമുക്ക് ഈ എനിക്ക് പറ്റില്ല. തല നനച്ച് കഴിഞ്ഞാൽ എനിക്ക് നീരിറങ്ങി പ്രശ്നമാണ്. അപ്പം ഞാൻ രാവിലെയാണ് ഇന്നും തല കുളിക്കാറ്, വൈകുന്നേരം മേല് മാത്രമേ കഴുകാറുള്ളൂ. അപ്പം വേഗം വന്ന് ഒന്ന് ഫ്രഷായി, പിന്നെ അധികം ആലോചിക്കാനൊന്നുമില്ല, വേഗം പോയി ഫ്രഷായി വന്നു. നമ്മുടെ വീണ്ടും യുദ്ധം തുടങ്ങി അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ചോറ് ഞാൻ തലേന്നേ ഉണ്ടാക്കി തെർമൽ കുക്കറിൻ്റെ അകത്ത് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും വളരെ എളുപ്പമാണത്. പിന്നെ ചോറ് ഒട്ടിപ്പിടിക്കൊന്നും എനിക്ക് കുക്കറി വെക്കുന്നതിനെക്കാട്ടിന് ഇഷ്ടം ഇതിൽ വെക്കുന്നതാണ്. പിന്നെ ഒന്നും ഞാൻ രാത്രി കുക്ക് ചെയ്യില്ല, എല്ലാം പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കും. അപ്പം പൊട്ടറ്റോ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, പൊട്ടറ്റോ ഇങ്ങനെ നമ്മൾ അല്ലാണ്ട് അരിഞ്ഞ് വെച്ചാൽ കറുത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിട്ടാണ് വെക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കുറച്ച് പോവുകയും ചെയ്യും, നല്ലതാണ്. വെള്ളം കറുത്ത് പോവാണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാളയൊക്കെ ഞാൻ നന്നാക്കി വെക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ എന്നോട് ഒരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അരിഞ്ഞ് വെക്കുക, ഒന്നല്ല 2-3 പേര് പറഞ്ഞു കേട്ടോ, അരിഞ്ഞ് വെക്കാൻ പാടില്ല സവാളയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിൽ ആക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. പിന്നെ ഇത് പയർ ഏട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതെന്തായാലും അരിഞ്ഞ് വെക്കാമെന്ന് വെച്ചു, കാരണം അത് കേടായി പോകും. അപ്പോൾ ചിലപ്പോൾ 2 ഞാൻ വെക്കും, അല്ലെങ്കിൽ അത് മാത്രമേ വെക്കുള്ളൂ, പൊട്ടറ്റോ മാത്രമാണ് വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിയുടെ പഠിത്തമൊക്കെ എങ്ങനെയാണെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ അടുക്കളയിലും ഈ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് അവളങ്ങ് പഠിച്ചോളും. അതിനുവേണ്ടി ഒരു സമയം കൊടുക്കാനോ കൂടിയിരിക്കാനോ ഒന്നും പറ്റാറില്ല. എന്നെക്കാട്ടിലും കുറച്ചുകൂടി അതൊക്കെ ശ്രദ്ധിക്കുന്ന ഏട്ടനാണ്. പക്ഷേ വലിയ പ്രശ്നമില്ലാത്തൊരു മോളാണ് ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ പഠിത്ത കാര്യത്തിലൊക്കെ അവൾ ശ്രദ്ധിച്ചോളും. ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയാലോ A+A ഒക്കെ ആയിക്കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ വിഷമമുണ്ടായി പഠിച്ച് കയറിക്കോളും. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ തോന്നുന്നു. കാരണം കൂടിയിരുത്തി പഠിപ്പിക്കലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ശീലിപ്പിച്ചിട്ടില്ല, തന്നെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ സാധനങ്ങളും അവൾ എൻ്റെ കൂടെ, ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മ ഇതൊക്കെയാണോ അങ്ങനെയാണോ എന്നൊക്കെ വന്ന് ചോദിച്ച് ഹിന്ദിയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനിപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, അതിൻ്റെ ചില അക്ഷരങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ എഴുതി നാളെ ഒരു ഡിക്റ്റേഷനോ എന്തോ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവൾ ഓൾറെഡി അമ്മയുടെ അടുത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. പക്ഷേ വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് പിസ്സേൻ്റെ 2 പീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി കൊടുത്തു. അപ്പോൾ അതവൾ കഴിക്കും. പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനും അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തെ ഫുഡ് അമ്മയാണ് തരുന്നത്. അപ്പോൾ അവിടെ പോയി പിയനെ വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഏട്ടൻ അത് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഫുഡ് അത് കഴിക്കാം. അതുകൊണ്ട് രാത്രി എനിക്ക് കുക്കിംഗ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് പ്രിപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വരുന്നത്, കാരണം എനിക്ക് ഫാമിലി ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തുകൊണ്ട് കൊല്ലത്ത് സ്റ്റേ ബാക്ക് ചെയ്തുകൂടാമെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു സമയം, ഈ ഒരു ഫാമിലി ടൈം എനിക്ക് മിസ് ചെയ്യും. കൊല്ലത്താണെങ്കിൽ അത് ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്ത് പോയി വരുന്നത്. ആൻഡ് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആരോഗ്യം തരണേ എന്ന് മാത്രമേ പ്രാർത്ഥന മാത്രമേ ദൈവത്തിനോട് എനിക്കിപ്പോഴും ഉള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ.
അത് ഏട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു രക്ഷയില്ല, ഏത് സിനിമ റിലീസ് ചെയ്താലും അപ്പം തന്നെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഫിലിം കുടുംബമായതുകൊണ്ട് സിനിമയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, അതേപോലെ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഞെക്കി പിടിച്ചേരെ.